മാവേലിക്കര വിദ്യാധിരാജ വിദ്യാപീഠം സെൻട്രൽ സ്കൂളിലാണ് പാദപൂജ നടന്നത്. അധ്യാപകരുടെ കാലിൽ വെള്ളം തളിച്ച് പൂക്കളിടുകയായിരുന്നു. സ്കൂളിലെ 101 അധ്യാപകരുടെ പാദങ്ങളാണ് വിദ്യാർത്ഥികൾ പൂജിച്ചത്. നോക്കൂ, എന്തൊക്കെയാണ് ഇവരൊക്കെ ഏത് നൂറ്റാണ്ടിൽ ജീവിക്കുന്നു എന്ന് ഒരിക്കൽ കൂടി ചോദിക്കുകയാണ്. ഷാജഹാൻ ആലപ്പുഴയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ് ഈ വാർത്തയുടെ സമഗ്ര വിവരങ്ങൾ നൽകാനായി. ഷാജി, നമ്മളൊക്കെ പഠിച്ചത് എന്താണ്? അധ്യാപകരെ ബഹുമാനിക്കണം, അവരോട് സ്നേഹം ഉണ്ടാകണം, ഒരു സംശയവും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അധ്യാപകരുടെ കാല് പിടിക്കാനാണോ നമ്മൾ പോകേണ്ടത്? അതാണോ ബഹുമാനത്തിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്? സ്വന്തം കാലിൽ നിന്നുകൊണ്ടല്ലേ നമ്മൾ അധ്യാപകർ നമുക്ക് നൽകിയ വിദ്യയ്ക്കുള്ള സ്നേഹം അവർക്ക് തിരിച്ചു നൽകേണ്ടത്? അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? സ്വന്തം കാലിലല്ലേ മനുഷ്യൻ നിൽക്കേണ്ടത്? അതിനു പകരം കാല് പിടിപ്പിക്കുന്ന നടപടികളിലേക്കൊക്കെ പോവുക എന്ന് പറയുന്നത് എത്രമാത്രം അപരിഷ്കൃതമാണ് ഷാജി. വലിയ പ്രതിഷേധം ഉയർന്നുണ്ടോ ഈ വിഷയത്തിൽ? തീർച്ചയായിട്ടും മനു സൂചിപ്പിച്ച പോലെ തന്നെ RSS നിയന്ത്രണത്തിലുള്ള സ്കൂളുകളിൽ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളതിൻ്റെ ഒരു മുന്നറിയിപ്പ് കൂടിയാണിത്. നമുക്കറിയാം, ഇപ്പോൾ ഈ RSS നിയന്ത്രണത്തിലുള്ള സ്കൂളുകളാണ് ഇപ്പോൾ മാവേലിക്കരയിലെ വിദ്യാധിരാജ സ്കൂളായാലും അതോടൊപ്പം തന്നെ കാസർഗോഡുള്ള സ്കൂളുകളായാലും സരസ്വതി വിദ്യാലയം അടക്കമുള്ള സ്കൂളുകളായാലും ഒക്കെ തന്നെ ഇതൊക്കെ RSSൻ്റെ നിയന്ത്രണത്തിലുള്ളതാണ്. അപ്പോൾ RSSൻ്റെ നിയന്ത്രണം വിദ്യാർത്ഥികൾക്കിടയിലോട്ട് അല്ലെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് എത്രത്തോളം അപകടകരമായിരിക്കും എന്നുള്ളതിൻ്റെ സൂചന കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ വിദ്യാർത്ഥി സംഘടനകളൊക്കെ, ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളൊക്കെ നടത്തുന്ന പ്രക്ഷോഭമൊക്കെ തന്നെ ഇതിൻ്റെ ഭാഗമാണ്. അത് തന്നെയാണ് നമുക്ക് ഇവിടെയും ചൂണ്ടിക്കാണിക്കാനുള്ളത്. കാര്യം 101 അധ്യാപകരുടെ കാലാണ് മാവേലിക്കരയിൽ കഴിഞ്ഞ ദിവസം കഴിച്ചത്. അത് കുട്ടികളെ കൊണ്ട് കാല് കഴിയിക്കുക എന്ന് പറയുമ്പോൾ തന്നെ വലിയവരുണ്ട്. ആ പരിസരത്തുള്ള സാറന്മാരെ മുഴുവൻ വിളിച്ചിരുത്തിക്കൊണ്ടാണ് RSS ഇങ്ങനെ ഒരു സംഭവം ചെയ്തത്. ഇത് ഗുരുപൂജ എന്നാണ് പറയുന്നത്. ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് ഗുരുപൂജ? അത് പല വിദ്യാർത്ഥികൾക്കും മാനസികമായിട്ട്, നമുക്കറിയാം ഇന്നത്തെ പിള്ളേർ പഴയ തലമുറയെ പോലല്ല. അവരിത്തരം കാര്യങ്ങളിലൊക്കെ ആരുടെയും മുന്നിൽ തലകുനിക്കാൻ മടിക്കുന്ന ഒരു തലമുറയാണ് ഇന്ന് വളർന്നു വരുന്നത്. ആ തലമുറയിൽപ്പെട്ട നല്ലൊരു വിഭാഗം കുട്ടികൾക്ക് ഇതൊന്നും അങ്ങോട്ട് പൂർണ്ണമായിട്ടും അങ്ങോട്ട് അനുവദിക്കാനും പറ്റുന്നില്ല. പക്ഷേ അവർക്ക് പ്രതികരിക്കാനുള്ള ശേഷിയില്ല, സംഘടനാ ശക്തി ഇത്തരം സ്കൂളുകളില്ല. സെൻട്രൽ സ്കൂളാണ്, RSSൻ്റെ നിയന്ത്രണത്തിലാണ്. അവിടെ പലതരത്തിലുള്ള നിയന്ത്രണങ്ങളുണ്ട്. അങ്ങനെ ഏതെങ്കിലും തരത്തിലൊരു കുട്ടി പ്രതികരിച്ചാൽ ആ കുട്ടിയെ പുറത്താക്കും. കഴിഞ്ഞ ദിവസം തന്നെ നമുക്കറിയാം സെൻട്രൽ സ്കൂളിൽ ഒരു കുട്ടി ആത്മഹത്യ ചെയ്യേണ്ട ഒരു സ്ഥിതിയുണ്ട്. അതുമൊക്കെ തന്നെ ഇത്തരത്തിൽ RSSൻ്റെ നിയന്ത്രണത്തിലുള്ള സ്കൂളുകളിലൊക്കെ തന്നെ ഇത്തരത്തിൽ പ്രകടമായ രീതിയിലുള്ള വർഗീയ വിവേചനങ്ങളൊക്കെ നടന്നു വരുന്നു. ഇതോടൊപ്പം തന്നെ ഈ കുട്ടികൾക്കൊരിക്കലും താങ്ങാൻ കഴിയാത്ത തരത്തിലുള്ള ചില നിർദ്ദേശങ്ങളും നിബന്ധനകളും ഒക്കെ അടിച്ചേൽപ്പിക്കുന്നു. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ കുട്ടികളുടെ മാനസികാവസ്ഥ, ഇവിടെ നിന്നും പഠിച്ച് പുറത്തിറങ്ങുന്ന ഒരു കുട്ടി ഏത് തരത്തിലായിരിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതായിരിക്കും. ഒന്ന് ചിന്തിച്ച് നോക്കും, ഇവിടുന്ന് പൂർണ്ണമായിട്ടും വിദ്യാഭ്യാസം കഴിഞ്ഞ് ഈ സ്കൂളിൽ നിന്നിറങ്ങുന്ന ഒരു കുട്ടിയുടെ മാനസികാവസ്ഥ ഏത് നിലയിലായിരിക്കും? സാധാരണ സർക്കാർ സ്കൂളുകളിലൊക്കെ പഠിച്ചിറങ്ങുന്ന കുട്ടികളെ നമുക്ക് കാണുമ്പോൾ അറിയാം, അവർ പൂർണ്ണമായിട്ടും എല്ലാം ഉൾക്കൊണ്ട് പൊതുസമൂഹത്തിനിടയിൽ ജീവിക്കാൻ കഴിയുന്നൊരു തരത്തിലേക്കാണ് കുട്ടികൾ ഇറങ്ങി വരുന്നതെങ്കിൽ ഇവിടെ നിന്നും വരുന്ന കുട്ടികൾ ഏത് തരത്തിലുള്ളതായിരിക്കും? അത് തന്നെയാണ് RSSന് ആവശ്യം. അത്തരത്തിൽ ഒരു നിയന്ത്രണത്തിലേക്ക് ആ കുട്ടികളെ കൊണ്ടുവന്ന് അതിനെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അടിത്തറവാകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം സ്കൂളുകളിൽ ഈ ജാതീയ വിവേചനം, അങ്ങനെ തന്നെ വേണം നമുക്കിതിനെ വിശേഷിപ്പിക്കേണ്ടത്. കാര്യം ഈ RSSൻ്റെ നിയന്ത്രണത്തിലുള്ള സ്കൂളുകളിൽ മാത്രമാണല്ലോ ഈ ഗുരുപൂജ നടക്കുന്നത്. മറ്റു സ്കൂളുകളിലൊക്കെ ഗുരുപൂജ നടക്കുന്നുണ്ട്. പക്ഷേ അത് വേറെ തരത്തിലുള്ള ഗുരുപൂജ. ഗുരുക്കളും ശിഷ്യന്മാരും തമ്മിലുള്ള ബന്ധം വളരെ ആത്മാർത്ഥമായിട്ട് നമുക്ക് സർക്കാർ സ്കൂളുകളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ചൂരൽമലയിൽ കണ്ടതാണ് ഒരു അധ്യാപകൻ നിന്ന് കരയുന്ന കാഴ്ച. നമ്മുടെയൊക്കെ തന്നെ മലയാളികളുടെയൊക്കെ തന്നെ നെഞ്ചു കീറുന്ന കാഴ്ചയായിരുന്നു. കാര്യം അതൊക്കെ തന്നെ അവർ തമ്മിലുള്ളൊരു ആത്മബന്ധമാണ്. ആ ബന്ധമാണ് ഈ ഗുരുപൂജ എന്ന് പറഞ്ഞാൽ എന്താണ് യഥാർത്ഥത്തിൽ? നമ്മളൊക്കെ ഗുരുപൂജ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഗുരു, അധ്യാപകൻ നമുക്ക് പകർന്നു നൽകുന്ന വിദ്യ കൊണ്ട് ജീവിത വിജയം നേടി കാണിച്ചു കൊടുക്കുക, അതല്ലേ ഏറ്റവും വലിയ പൂജ എന്ന് പറയുന്നത്, ഏറ്റവും വലിയ ബഹുമാനം എന്ന് പറയുന്നത്? അതല്ലാതെ അധ്യാപകനെ കാണുമ്പോൾ കാലേ വീണ് കമന്ന് കിടന്ന് കാലയിൽ വെള്ളം കോരി ഒഴിച്ച് പൂക്കളെടുത്ത് വെക്കുന്നതാണോ ഈ ഗുരുപൂജ എന്ന് പറയുന്നത്? മനുസ്മൃതിയുടെ ചിന്തകളാണെന്നേ ഇതൊക്കെ. ഈ നൂറ്റാണ്ടുകൾക്ക് മുൻപ് എവിടെയെങ്ങാണ്ട് കിടന്ന മനുഷ്യരുടെ ചിന്തകളാണ്. അതിൽ നിന്ന് വണ്ടി കിട്ടാത്ത കുറേ ആളുകളാണ്. ഞാൻ ഓർക്കുന്നത്, ഇതിന് പോയി ഇരുന്നു കൊടുത്ത അധ്യാപകരുണ്ടല്ലോ, അവരെയാണ് ശരിക്കും സമ്മതിക്കേണ്ടത്. തീർച്ചയായിട്ടും. കാര്യം ഈ കുട്ടികളെ കൊണ്ട് സ്വന്തം കാല് കഴിയിക്കുക എന്ന് പറയുമ്പോൾ ആ അധ്യാപകർ, നമുക്കറിയാം അധ്യാപകരെന്ന് പറയുമ്പോൾ നമ്മൾ അത്രത്തോളം വലിയ ബഹുമാനത്തോടെ കാണുന്ന ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ അത്രയും വ്യക്തിത്വം കൊടുക്കുന്ന വ്യക്തികൾ ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് കാല് കഴിയിക്കുക എന്ന് പറയുമ്പോൾ അവർ ഏത് തരത്തിലുള്ള വിദ്യാഭ്യാസമായിരിക്കും ഇനി ഈ കുട്ടികൾക്ക് പകർന്നു നൽകുക എന്ന് കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. എന്തായാലും വളരെയധികം ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് ബാലസംഘത്തിൻ്റെയും അതോടൊപ്പം തന്നെ യുവജന സംഘടനകളായിട്ടുള്ള ഇടതുപക്ഷത്തെ SFI, DYFI ഒക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഈ സംഭവം പുറത്തു വന്നപ്പോൾ
വന്നപ്പോൾ തന്നെ തങ്ങളുടെ പ്രതിഷേധത്തെക്കുറിച്ച് അറിയുന്നു. ഇനിയിപ്പോൾ എന്തായാലും തിങ്കളാഴ്ചയാണ് ക്ലാസ് ഉള്ളത്. തിങ്കളാഴ്ച ശക്തമായ പ്രതിഷേധം ഈ സ്കൂളിലേക്ക് ഉണ്ടാകുമെന്നുള്ളൊരു മുന്നറിയിപ്പുകൾ ഈ സംഘടനകളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. എന്തായാലും ഇതിന് ശക്തമായിട്ട് പൊതുസമൂഹം, കേരളത്തിലെ പൊതുസമൂഹം തന്നെ അപലപിക്കേണ്ട ഒരു കാര്യമാണ്. കാര്യം കൊച്ചു കുട്ടികളെ കൊണ്ട് ഇത്തരത്തിൽ കാല് കഴിക്കുന്ന അധ്യാപകന്മാർ, അവർ ഏത് വീട്ടിലായാലും ഇത്തരം അധ്യാപകരെ തിരിച്ചറിഞ്ഞ് അവരോടാണ് ശരിക്കും നമ്മൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ ചോദിക്കേണ്ട കാര്യം. കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാൻ തയ്യാറായ അധ്യാപകർക്കാണ് പൂർണ്ണമായിട്ടും ഇതിൻ്റെ കുറ്റം. എന്തായാലും വിദ്യാഭ്യാസ വകുപ്പ് ഇടപെടണം, ഇതിനെതിരെ നടപടി സ്വീകരിക്കണമെന്നൊക്കെയുള്ള ആവശ്യവുമായിട്ട് വിദ്യാർത്ഥി സംഘടനകളൊക്കെ തന്നെ രംഗത്ത് വന്നു കഴിഞ്ഞു. ഷാജി, ഒറ്റ കാര്യം കൂടി എനിക്ക് ചോദിക്കാനുണ്ട്. ഇപ്പോൾ SFI, ബാലസംഘം, DYFIയുടെ ഒക്കെ പ്രതികരണങ്ങൾ നമ്മൾ കണ്ടു. പക്ഷേ ഷാജി, എന്നെ അത്ഭുതപ്പെടുത്തുന്നത് KSUവിൻ്റെ ഭാഗത്തുനിന്ന് പ്രതികരണം കണ്ടിട്ടില്ല, യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നൊരു പ്രതികരണം കണ്ടിട്ടില്ല. അവരൊക്കെ ഉറങ്ങുകയാണോ? എന്താണ്, അവർക്കൊന്നും ഈ വിഷയത്തിൽ അഭിപ്രായങ്ങളില്ലേ ഷാജി? RSSന്റെ അജണ്ടകൾക്കെതിരെ സമരം ചെയ്യുന്ന വിദ്യാർത്ഥി സംഘടനകളെ ഗുണ്ടകളെന്ന് വിളിക്കുന്ന പ്രതിപക്ഷ നേതാവിൻ്റെ ശിഷ്യന്മാരാണ് KSUക്കാർ. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലൊരു പ്രതികരണമേ നമുക്ക് അവരുടെ ഭാഗത്തു നിന്നും കാണാൻ സാധിക്കത്തുള്ളൂ. അതിൽ വലിയ അതിശോക്തിയില്ല, കേരളത്തിലെ ജനങ്ങൾക്ക് മൊത്തം അത് നന്നായിട്ടറിയാം. പക്ഷേ SFI, DYFI പോലുള്ള സംഘടനകൾ എന്തായാലും ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായിട്ട് വരും ദിവസങ്ങളിൽ രംഗത്തുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. മനു.